ഇന്ന് കൺമണി ഒന്ന് ഉറങ്ങിയിട്ടുള്ളതുകൊണ്ട് ഞാനൊന്ന് വൈകുന്നേരം പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് സഞ്ജുവിൻ്റെ കൂടെ. സഞ്ജുവിൻ്റെ കൃഷിയുടെ ഇടയിൽ കൂടെ ഒന്ന് കറങ്ങി വരാൻ വേണ്ടിയിട്ട്. കേൾക്കണം, കറങ്ങി വരാൻ വേണ്ടി മാത്രമാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ആൾ ചെയ്യുന്നതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കുന്ന ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ അടുത്ത് പറയും എടി ഇതെടുക്ക്. ഞാനിങ്ങനെ വെറുതെ പിന്നാലെ നടക്കുന്നതെന്നുള്ളൂ. പുള്ളിക്കാരനെ ഹെൽപ്പൊന്നും ചെയ്യാറില്ല. ഹെൽപ്പ് ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അങ്ങനെ വെള്ളം ഒഴിച്ചെടുക്കാനും അങ്ങനത്തെ ചെറിയ ചെറിയ ഹെൽപ്പൊക്കെ ഉണ്ട്. ഒരു ഓഫീസ് കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ പിന്നെ 1 മണിക്കൂർ വേണം ഇതെല്ലാം നനച്ച് നോക്കി എല്ലാം കെയർ ചെയ്ത്. ഫസ്റ്റ് പ്രയോറിറ്റി ഇതാണ്. ഇത് കഴിഞ്ഞിട്ടേല്ലോ ഞാനും ബേബിയൊക്കെ. പിന്നെ ഞാനൊന്ന് ഹെൽപ്പ് ചെയ്യാന്നൊക്കെ വെച്ചാൽ ഞാൻ നനയ്ക്കാന്നൊക്കെ പറഞ്ഞ് ചെന്ന് കഴിഞ്ഞാൽ പറയും വേണ്ട നീ നനയ്ക്കണം, ഞാൻ തന്നെ നനച്ചോളാം എന്നൊക്കെ. പുള്ളിക്കാരൻ തന്നെ നനയ്ക്കണം, എന്നാലും ആൾക്കാർ സാറ്റിസ്ഫൈ ആവുള്ളൂ. ഡെഡിക്കേഷൻ പറഞ്ഞാൽ ഇമ്മാരുടെ ഡെഡിക്കേഷൻ ഞാൻ ആരുടെടുത്തും കണ്ടിട്ടില്ല. ഇപ്രാവശ്യം മാങ്ങ ഉണ്ടായിട്ട് പഴുത്തു കേട്ടോ. അപ്പോൾ നമ്മൾ ഈ പ്രാവശ്യം ഉണ്ടായ മാങ്ങ നമുക്ക് പഴുത്ത് കഴിക്കാൻ പറ്റിയില്ല, ഒക്കെ നാശമായി പോകാന്നല്ലാണ്ട്. അപ്പോൾ നമ്മൾ ചെന്നപ്പോൾ തന്നെ ഒരെണ്ണം പഴുത്തിട്ടുണ്ട്, അത് നൈസായിട്ട് പൊട്ടിച്ച്. നമ്മളിങ്ങനെ വെയിലൊക്കെ ചാടി കിടന്നിട്ടാണ് ഇതിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ നടക്കുന്നത്. ഒരു കഷ്ടപ്പാടേ. സഞ്ജു കുറച്ച് മുളകൊക്കെ നട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ, അപ്പോൾ അതൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് മുളക് പൊട്ടിക്കാമെന്ന് വിചാരിച്ചു. ആളവിടെ മുളക് പൊട്ടിക്കുന്നുണ്ട്, എന്നെ പൊട്ടിക്കാൻ സമ്മതിക്കുന്നില്ല. ഞാൻ മൂക്കാത്ത മുളക് പൊട്ടിച്ചാലോ എന്നുള്ള പേടിയാണ്. പുള്ളി ഇത്ര പാഷനേറ്റായിട്ട് ചെയ്യുന്നത് ഇത് മാത്രം കേട്ടോ. ഭയങ്കര ഇഷ്ടമാണ്. ഇത് ലോങ്ങനാണേ. ഒരു വിധത്തിലുള്ള ഫ്രൂട്ട്സിൻ്റെ എല്ലാം ഇവിടെ കൊണ്ട് നട്ടിട്ടുണ്ട്. ഈ മുളക് ഞാൻ കാണിച്ചു കൊടുത്തത് പൊട്ടിക്കാന്ന് പറഞ്ഞിട്ട്. അപ്പോൾ പറയുന്നത് മൂത്തിട്ടില്ല. ഇത് വൈറ്റ് മൾബറിയാണേ. അപ്പോൾ ഇതെല്ലാം കാണിച്ചു കൊടുക്കുന്ന എൻ്റെ അടുത്ത് പറയുന്നത് പുള്ളിക്കാരൻ തന്നെയാണ് കേട്ടോ. നമുക്ക് ഇത്രയും മുളക് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഞങ്ങളെ മാങ്ങയുടെ കാര്യത്തിൽ ഒരു തീരുമാനമാക്കാമെന്ന് അങ്ങോട്ട് വിചാരിച്ച് ഇങ്ങനെ നൈസായിട്ട് ചെത്തുന്നുണ്ട്. ഞാനിവിടെ ക്ഷമ ഇല്ലാണ്ട് കാത്ത് നിൽക്കുകയാണ്. എപ്പോൾ കിട്ടും. അങ്ങനെ ഒരു കഷ്ണം കിട്ടി. അടിപൊളി മാങ്ങയായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പുള്ളിക്ക് ക്യാമറ പറ്റില്ല, കൂടെ നടന്നിങ്ങനെ വീഡിയോ എടുക്കുക, പക്ഷെ ക്യാമറ കാണിച്ച് നമ്മുടെ സ്വഭാവം ഇങ്ങോട്ട് മാറും. പിന്നെ നമ്മൾ ഇൻവെർട്ടർ അങ്ങനെ സഞ്ജീവിൻ്റെ ചളിയോടുകൂടി ഇന്നത്തെ വൈകുന്നേരം അവസാനിച്ചിരിക്കുന്നു.